എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒരു ഹെയർ അടിപൊളിയായിട്ട് നല്ല തിക്കാവാനുള്ള ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു 2 ടൈമെങ്കിലും ഈ ഒരു മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി റിസൾട്ട് ആയിരിക്കും. പ്രോട്ടീൻ മാസ്കിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എഗ്ഗാണ്. നമുക്ക് ഫുള്ളായിട്ടുള്ള എഗ്ഗ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഏത് മാസ്ക് ആയാലും അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഡാൻഡ്രഫ് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കുറേ പാക്കുകൾ അപ്ലൈ ചെയ്താൽ നമുക്ക് അധികം റിസൾട്ട് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് എനിക്ക് ഡാൻഡ്രഫ് വരുന്ന ഒരു പേഴ്സണാണ്. ഡാൻഡ്രഫ് ഷാമ്പൂ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വരും കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർ മെയിനായിട്ടും ഈ ഒരു ഷാമ്പൂസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു മാമാഅർത്തിന്റെ അടിപൊളിയാണ്. ഇത് ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് കേട്ടോ. ലെമൺ ആൻഡ് ജിഞ്ചർ ആണ് ഇതിൽ മെയിനായിട്ടും ഉള്ളത്. നമുക്ക് മെയിനായിട്ടും ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കാൽപ്പും ഇതുപോലത്തെ ഇങ്ങനെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഡാൻഡ്രഫ് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ഉണ്ട്. അതിന് തന്നെ നമുക്ക് കണ്ടീഷണറും ഉണ്ട്. മാമാഅർത്തിൻ്റെയാണ്. രണ്ടും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഈ ഒരു ബോട്ടിൽ ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നേ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ബോട്ടിലാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വാങ്ങിച്ചു. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 days യൂസ് ചെയ്താൽ മതി. അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ മാമാഅർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്കിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ പേർപ്പിൾ, നൈക്ക എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടായിരിക്കും. ആപ്പിലും ഉണ്ടായിരിക്കും, വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ഇത് പിന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷാമ്പൂ ആണ് കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ പേരൊരു ചെടി നടും. ആ ചെടിയുടെ ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട് മാമാഅർത്തിൻ്റെ. പിന്നെ നമുക്ക് ഇനി പ്രോട്ടീൻ മാസ്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് പ്രോട്ടീൻ മാസ്ക് ഉണ്ടാക്കുന്നത് വെച്ചാൽ എഗ്ഗാണ് വേണ്ടത്. ഞാൻ ഫുള്ളായിട്ടുള്ള ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂൺ ഞാൻ കട്ട തൈരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൈരും നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്തൻ ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഞാൻ 1 സ്പൂൺ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അലോവേറ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ഫേസിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അലോവേറ ജെല്ല് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് 3 മാത്രം മതി. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹെയർസിലോട്ടും ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പം എങ്ങനെയായാലും നിങ്ങളുടെ ഇതിന് അനുസരിച്ച് ചെയ്യട്ടെ. മെയിനായിട്ട് നമുക്ക് സ്കാൽപ്പിലാണ് വേണ്ടത്. സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഹെയർസിലോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 20 minutes നേരം വെയിറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണ്ട. അപ്പം ഞാനിവിടെ ഈ ഒരു ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഷാമ്പൂ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫോമിങ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. നല്ല ഒരു ലെമൺ ജിഞ്ചർ ആ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു അടിപൊളിയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഷാമ്പൂ വരിക കേട്ടോ. ഞാൻ കണ്ടീഷണർ കാണിച്ചു തരാം. ഒരു തിക്നെസ്സിലാണ് വരുന്നത് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു തിക്നെസ്സിലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് കണ്ടീഷണർ എടുത്തിട്ട് നമ്മുടെ ഹെയർസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഈ റൂട്ട്സിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഹെയർസിൽ മാത്രം അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ഒരു 5 to 10 minutes ഇരിക്കുക, വാഷ് ചെയ്ത് കളയട്ടോ. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിനേക്കാളും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ലെങ്ത്തിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ കണ്ടീഷണർ ഏകദേശം ഈ ഒരു അളവിലാണ് കണ്ടീഷണർ എടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടും ഒന്ന് ഷാമ്പൂ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെറ്റ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് ഒരു 5 to 10 minutes ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം വാഷ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ മാസ്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ബൈ.